അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശവ്വാൽ മാസം തീരാൻ പോകുന്നു. അവസാനത്തെ വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മതപ്രഭാഷണ സദസ്സിൽ ഈ ഉള്ളവൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ, ഒരു പ്രഭാഷണത്തിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ്. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ ആ ഒരു പ്രഭാഷണത്തിലുണ്ട് എന്ന് ഒരുപാട് പേര് പറയുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അത് നമുക്കൊന്ന് കേൾക്കാം. ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇരുകൂട്ടർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുകയാണ്, സ്വഹാബിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏതൊക്കെ വസ്തുക്കളെ ഇറക്കിയിട്ടുണ്ടോ ആ വസ്തുക്കളെ മുഴുവനും ശുദ്ധീകരിക്കാൻ മറ്റൊരു വസ്തുവിനെയും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ലോകത്ത് ഏതൊക്കെ വസ്തുവിനെ അല്ലാഹു ഇറക്കിയിട്ടുണ്ടോ ആ വസ്തുവിനെ അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കാൻ മറ്റൊരു വസ്തുവിനെയും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രമൊക്കെ ശുദ്ധീകരിക്കാൻ അല്ലാഹു സോപ്പ് നൽകി. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഓരോ വസ്തുവിനെയും അതിന്റെ അഴുക്കുകൾ മാറ്റാൻ മറ്റൊരു വസ്തുവിനെ കൊടുത്തിട്ടുണ്ട്. എന്നതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മനുഷ്യന്റെ ഹൃദയങ്ങളുണ്ടല്ലോ, മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിലുള്ള അഴുക്കുകളാകുന്ന അസൂയ, അഹങ്കാരം, കുശുമ്പ്, പക തുടങ്ങിയ അഴുക്കുകളെല്ലാം നീക്കാൻ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള മരുന്നാണ് ദിക്ർ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹൃദയത്തിൽ അഴുക്കുകൾ മാറ്റാൻ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള മരുന്നാണ് എന്ത്? ദിക്ർ. ദിക്ർ എന്ന് പറയുമ്പോൾ ഏത് ദിക്റും ചൊല്ലാം. ചില ഉമ്മമാർ ചോദിക്കും, ഉസ്താദേ, ഈ വെള്ളിയാഴ്ച ആകുമ്പോൾ ചില ഉമ്മമാർക്ക് ഒരു സംശയമാണ്, വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലണമെന്നറിയാം, ഏത് സ്വലാത്ത് ചൊല്ലും? ഒരുപാട് സ്വലാത്തുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത്, താജു സ്വലാത്ത്, കൻസു സ്വലാത്ത്, അങ്ങനെ സ്വലാത്തു തിബ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇതിൽ ഏത് സ്വലാത്താണ് ചൊല്ലുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓഫർ നൽകാം. എല്ലാ സ്വലാത്തും നല്ല പവർഫുൾ ആണ്, നല്ല പവർഫുൾ. എന്റെ ഉമ്മമാരെ ശ്രദ്ധിച്ചു കേട്ടോളി. എല്ലാ സ്വലാത്തും നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. ഏറ്റവും നല്ലത് സ്വലാത്തുൽ ഫിർദൗസിയ്യ ചൊല്ലലാണ്. സ്വലാത്തുൽ ഫിർദൗസിയ്യ ചൊല്ലലാണ്. ഇത് പുതിയൊരു സ്വലാത്താണല്ലോ, സ്വലാത്തുൽ ഫിർദൗസിയ്യ. ഒന്നുമില്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് എന്ത്? സ്വലാത്തുൽ ഫിർദൗസിയ്യ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്ത. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ ആനക്കാർ അല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ഏത് സദസ്സ് പിരിഞ്ഞാലും ഒക്കെ പറയും, നമുക്കറിയാവുന്ന, ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്ന സ്വലാത്ത്. ആ സ്വലാത്താണ് ഏറ്റവും പവർഫുൾ ആയ സ്വലാത്ത്. എല്ലാ സ്വലാത്തും എല്ലാം പവർഫുൾ ആണ്, എന്നാൽ ഈ സ്വലാത്തിന് പ്രത്യേക ശ്രേഷ്ഠ. കാരണം സ്വലാത്തുൽ ഫിർദൗസിയ്യ ഫിർദൗസിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാത്താണ്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന തട്ടാണ്. ഓരോ തട്ടാണ് സ്വർഗം. ഏറ്റവും ഉന്നതമായ മുകളിലത്തെ നില. ആ മുകളിലത്തെ നിലയിലാണ് നല്ല വ്യൂ ഉള്ളത് പരിസരത്തേക്ക്, അല്ലേ? ഒരു 2 നില 3 നില ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ, വീടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാ താമസിക്കാൻ ഇഷ്ടം? ഏറ്റവും മുകളിലാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും മുകളിലാണ് താമസിക്കാൻ ഇഷ്ടം. എന്താ? നല്ല വ്യൂ ആണ്, പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. എന്നതുപോലെ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ തട്ടാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാത്താണ് ഏത് സ്വലാത്ത്? സല്ലല്ലാഹു ഒന്ന് ചൊല്ലിക്കേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 പ്രാവശ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ സ്വലാത്തിന്റെ കാര്യം പറഞ്ഞു. ചില ഉമ്മമാർക്ക് സംശയം, ഉപ്പമാർക്ക് സംശയം. ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞു. ഏത് ദിക്ർ ചൊല്ലും? ഏത് ദിക്റാണ് നല്ല ദിക്ർ, ചൊല്ലാൻ പറ്റിയ ദിക്ർ? അഫ്ളലുദ് ദിക്ർ, അഫ്ളലുദ് ദിക്ർ എന്ന പേരിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൽ വലിയ അത്ഭുതമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ർ 3 അക്ഷരം മാത്രമാണ് ഉള്ളത്. അലിഫ്, ലാം, അതുപോലെ ഹാ. ഈ 3 അക്ഷരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുണ്ടായേക്കുന്നത്. അത്ഭുതമാണ്, അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ താക്കോലും കൊണ്ടുപോകണം. ചോദിച്ചു, നബിയെ, താക്കോൽ ഏതാണ്? മിഫ്താഹ്
മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ പറയുകയാ സ്വർഗ്ഗത്തിന്റെ താക്കോലാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അതും കൊണ്ടേ പോകാവൂ എന്നാണ്. ദുനിയാവിൽ ഒരു മനുഷ്യൻ എത്രമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറയുന്നു, അത് ആ ഒരു ശക്തിയിലായിരിക്കും അവൻ മരിക്കുന്ന സമയത്ത് ആ കലിമത്തു ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് പറയാൻ പറ്റിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ദിക്റാണല്ലേ. ചെറുപ്പം മുതലേ നമ്മുടെ ഉമ്മച്ചി ഇങ്ങനെ താരാട്ട് പാട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മാടെ താരാട്ടുപാട്ട് ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ ഞാനേ എന്റെ വീട്ടില് ഭാര്യ ഇങ്ങനെ കൊച്ചിനെ ഉറക്കുമ്പോ ഇതിങ്ങനെ കേൾക്കും. അതായത് നമ്മളെ കണ്ടാൽ ഓള് നിർത്തും, അതുകൊണ്ട് നമ്മൾ അത് സൈഡിൽ ഇങ്ങനെ കേട്ടിരിക്കും. നല്ല രസം ഇങ്ങനെ പാടും. നമ്മൾ ആരും ഇല്ലെങ്കിൽ അവർ നല്ല ട്യൂണിൽ പാടും. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരും ഇല്ലെങ്കിലോ നല്ല ഈണത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പാടും. അല്ലാഹു തആല നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ജദ്ദിദൂ ഈമാനകും, നിങ്ങളുടെ ഈമാൻ അത് പുതുക്കണേ, അത് പുതുക്കണേ, അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാൻ പുതുക്കാൻ പറ്റിയ ദിക്ർ ഏതെന്നറിയോ? വസയ്യിനൂ വനവ്വിറൂ ഖുലൂബകും, നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള ദിക്ർ ഏതെന്നറിയോ? വസയ്യിനൂ അൽസിനതകും, നമ്മുടെ നാവുകൾ സുന്ദരമാക്കാൻ, നാവുകൾ ഭംഗിയാക്കാൻ, നമ്മുടെ വായ ഭംഗിയാക്കാൻ പറ്റിയ ദിക്ർ ഏതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാൻ. അപ്പോ ഏത് ദിക്ർ ചൊല്ലണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലാം. രണ്ടാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ദിക്റാണ് കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ തഖീനതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. രണ്ട് വാക്കുകളാണ് സ്വഹാബിമാരോട് മുത്തായ റസൂല് പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബിമാരെ രണ്ട് വാക്കുകളുണ്ടല്ലോ, രണ്ട് കലിമത്തുകളുണ്ടല്ലോ. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. തഖീലത്താനി ഫിൽ മീസാൻ, ആ നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ള ആ ദിക്റുണ്ടല്ലോ, ആ ദിക്ർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തഖീലത്താനി ഫിൽ മീസാൻ, നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു വരുമ്പോ, നിങ്ങളുടെ നന്മയും തിന്മയും തുലാസിൽ വെച്ച് തൂക്കുന്ന സമയത്ത് ആ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന രണ്ട് കലിമത്തുകളാണ്. പിന്നെയോ ഹബീബത്താനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ കരുണക്കടലായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകളാണ്. ഏതാണ് ആ വാക്കുകളെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഹദീസിൽ ഇത് രണ്ടേ ഉള്ളൂ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നു വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. ഒന്നാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്ർ. ഇനിയോ മൂന്നാമത്തെ ദിക്ർ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസമല്ല, 3 ദിവസമല്ല, 11 ദിവസം, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ ദിവസങ്ങൾ മുഴുവനും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന സമയത്ത് അല്ലാഹുവേ, ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഞാനിതാ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവേ ഓതി പറഞ്ഞ, ഒരുപാട് വട്ടം ആവർത്തിച്ച് പറഞ്ഞ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ
ദിക്ർ. നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അല്ലാഹു തആല പറഞ്ഞു, നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നു, ആളുകളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. ആരും വന്നില്ല, കുറച്ച് ആളുകൾ മാത്രം. ആരും അംഗീകരിക്കുന്നില്ല. മഹാനവറുകൾക്ക് വിഷമവും സങ്കടവും ദേഷ്യവും വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ദിവസം രാത്രി അവിടെ നിന്നും ആരോടും പറയാതെ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഒരു പ്രവാചകന് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വേണം. അള്ളാഹ് പറഞ്ഞാൽ മാത്രമേ പോവാൻ പാടുള്ളൂ. പക്ഷെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനക്ക് നിൽക്കാതെ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. കപ്പലിലൂടെ പോവുകയാണ്. നടുകടലിലെത്തി കപ്പലിങ്ങനെ ആടുകയാണ്, ആടി ഉലയുകയാണ്. കപ്പിത്താൻ പറഞ്ഞു, നമ്മുടെ കപ്പലിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പുറത്തേക്കിടാം. അപ്പോ കപ്പൽ നേരെ പോവുമല്ലോ. കുറച്ച് സാധനങ്ങള്, ഭക്ഷ്യ സാധനങ്ങളും മറ്റു വസ്തുക്കളൊക്കെ കപ്പലിന്റെ പുറത്തേക്ക് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ എന്നിട്ടും കപ്പൽ ഇങ്ങനെ ആടുകയാണ്. നമ്മുടെ കപ്പലിലെ എണ്ണത്തിൽ കൂടുതൽ ഒരാള് കപ്പലിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഒരാളുടെ എണ്ണം കുറക്കണം. ആരും പോവാൻ തയ്യാറായില്ല. അങ്ങനെയാണല്ലോ, കപ്പലിൽ നിന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞ ആരെങ്കിലും ചാടുവോ? നടുക്കടലിലാണ്. അവസാനം നറുക്കിട്ടു. ഒന്നാമത്തെ പ്രാവശ്യം നറുക്കിട്ടപ്പോ വീണതാരാ? യൂനുസ് നബിയുടെ പേര്. ഞാൻ സമ്മതിക്കൂല. മാനവകൾ പറഞ്ഞു, ഞാൻ സമ്മതിക്കൂല, ഒന്നുകൂടി നറുക്കിട്. വീണ്ടും നറുക്കിട്ടു. വീണ്ടും വന്നതാരാ? യൂനുസ് നബിയുടെ പേര്. ഞാൻ സമ്മതിക്കും. മൂന്നാമത് നറുക്കിട്ടു. ആ സമയത്തും വന്നത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 3 പ്രാവശ്യം യൂനുസ് നബിയുടെ പേര് പറഞ്ഞു. ജനങ്ങളെ പൊക്കിയെടുത്ത് കടലേക്കിട്ട് ഒരു മത്സ്യം വന്ന് വിഴുങ്ങിയെന്നാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമുക്കും ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതൊക്കെ മാറാൻ ഈ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ദിക്ർ ഏതൊക്കെയാ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു എന്ന ദിക്ർ. മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ. അതുപോലെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വളരെ പവർഫുൾ ആയ നമ്മുടെ വിദേശത്തുള്ള മക്കള്, അതുപോലെ വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന മക്കള്, ഗർഭിണികളായ നമ്മുടെ മക്കള്, പരീക്ഷ എഴുതിയിരിക്കുന്ന നമ്മുടെ മക്കള്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. പഠിച്ചു വെച്ചു. ഇതൊക്കെയാ ഇവിടെ പറയുന്നത്. അല്ല അന്താരാഷ്ട്ര കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അന്താരാഷ്ട്ര കാര്യം പറയണം, നമുക്ക് ഇതൊക്കെ പറയാം. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സമാധാനം വേണം. എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞേ. ലാ ഹൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മഹാനായ തഴവ ഉസ്താദ് പാടിയതുപോലെ ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. 99 രോഗത്തിന് ശിഫായാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ. അതുകൊണ്ട് ഇതിങ്ങനെ വർദ്ധിപ്പിക്കുക. ഒരു ദിവസം ഒരു നിശ്ചിത എണ്ണം 7 അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യമൊക്കെ നമ്മൾ മനസ്സിൽ കരുതി നമ്മുടെ എന്താണോ നിയ്യത്ത് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചൊല്ലുക. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത്, നമ്മുടെ നല്ല ഹൃദയം വേണം. എങ്ങനെ? ശുക്റുള്ള ഹൃദയം വേണം, നന്ദിയുള്ള ഹൃദയം വേണം. രണ്ടാമത്തേത് ദിക്ർ ചെയ്യുന്ന നാവ് വേണം. മൂന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ബദനുൻ സ്വാബിറുൻ, ക്ഷമിക്കുന്ന ശരീരം വേണമെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടാകും. മനുഷ്യന്റെ ജീവിതം സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സമ്മിശ്രമാണ്. ക്ഷമിക്കുന്ന ശരീരം വേണമെന്നാണ്. അൽഹംദുലില്ലാഹ്.